ആദരവല്ല ആരാധന. കഅബ ശരീഫിനെ ആദരിക്കുന്നുണ്ട്, ആരാധിക്കുന്നില്ല. ഹജറുൽ അസ്വദിനെ ആദരിക്കുന്നുണ്ട്, ആരാധിക്കുന്നില്ല. മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കൂല. കാരണം അവർ 1000 വട്ടം ആവർത്തിച്ചു പറയുന്നവരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല. ആദരവിനർഹര് ധാരാളമുണ്ട്, പലതുമുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മളെ കയ്യിൽ മുസ്ഹഫ് കിട്ടിയാൽ നമ്മളതിനെ ആദരിക്കും. മുസ്ഹഫ് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കും, ആദരവാണ്. ഉമ്മാനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം, ആദരവാണ്. ബാപ്പാനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം, ആദരവാണ്. ബാപ്പയുടെ ജ്യേഷ്ഠൻ അനുജനെയൊക്കെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം, മക്കളെ, അത് ആദരവാണ്. പ്രായമുള്ളവരെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം, അത് ആദരവാണ്. അതേ അമ്മാമനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം, ആദരവാണ്. അതേ ഉമ്മാന്റെ ജ്യേഷ്ഠത്തെയും അനുജത്തെയും ഒക്കെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം, ആദരവാണ്. ആദരവ് ഇസ്ലാമിലുള്ളതാണ്. ആദരിക്കൽ അനിവാര്യമാണ്. അതില്ലെങ്കിൽ പിന്നെ ഇസ്ലാമിന്റെ ചിട്ടയും നയമുള്ളവനാകൂല. മല്ലം യുവഖിർ കബീറനാ വലം യർഹം സഗീറനാ ഫലൈസ മിന്നാ. നബി തങ്ങൾ പറഞ്ഞില്ലേ, വലിയവരെ ബഹുമാനിക്കാത്തവൻ നമ്മളിൽ പെട്ടവനല്ല. അപ്പൊ ബഹുമാനങ്ങളൊക്കെ ആരാധനയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കരുത്. മഹാന്മാരായ ആളുകളുടെ യാറത്തിങ്കലേക്ക് പോയി ബഹുമാനത്തോടെ നിൽക്കും മുഅ്മിനീങ്ങൾ. കാരണം ജീവിതകാലത്ത് അവരോട് കാണിച്ച അതേ ബഹുമാനം മരണത്തിന് ശേഷവും കാണിക്കേണ്ടതുണ്ട്. മരിക്കുന്നതോടെ അവരുടെ ബഹുമാനത്തിനൊരു കുറവുമില്ല. അതുകൊണ്ടല്ലേ അതേ മുഅ്മിനീങ്ങളെ ഖബറിന്റെ മേലെ വിസർജിക്കൽ ഹറാമാണ്, മൂത്രമൊഴിക്കൽ ഹറാമാണ്. കാരണം അതിന്റെ ചുവടെ കിടക്കുന്നതൊരു മുഅ്മിനായ മനുഷ്യനാണ്. മുഅ്മിനായ മനുഷ്യന്റെ അതേ ഖബറിന്റെ മേലെ മൂത്രമൊഴിക്കൽ ഹറാം, വിസർജിക്കൽ ഹറാം. കാരണം ആ ഖബറിലുള്ള വ്യക്തിയെ ആദരിക്കണം. മരണപ്പെട്ടതോടുകൂടെ ആദരവ് തീർന്നു എന്ന് പഠിപ്പിക്കുന്നത് ഇസ്ലാമല്ല, ഇസ്ലാമിന്റെ നയമല്ല. സുഹൃത്തുക്കളെ, ആ ഖബറിൽ കിടക്കുന്നവരോട് പോയി സലാം പറയണം. അസ്സലാമു അലൈക്കും എന്ന് സലാം പറയണം. പറയുമ്പോൾ ഖബറിലുള്ളവരെ വിളിച്ചു പറയാനാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ അൻതും ലനാ സലഫുൻ വ നഹ്നു ലക്കും തബഉൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അപ്പോൾ ഖബറിലുള്ള ആളെ വിളിക്കണം, വിളിച്ച് സലാം പറയണം. ഖബറിലുള്ളവരെ വിളിക്കുമ്പോഴേക്ക് ചുരുക്കൊന്നാവൂല. ഇതെല്ലാം ഇസ്ലാമാണ്. ഇസ്ലാമിനെ കുറിച്ച് വിവരമില്ലാത്ത കക്ഷികൾ പലതും പറഞ്ഞുണ്ടാക്കും, പലതും എഴുതിയുണ്ടാക്കും. ആ വിവരക്കേടുകൾ ചിലര് പദ്യാക്കും, ചിലര് ഗദ്യാക്കും, ഒക്കെ വിവരക്കേടാണ്. അല്ലാഹുവിന്റെ ദീൻ നശിപ്പിക്കുന്ന ഏർപ്പാടാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്.